ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ യൂണിറ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 9ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഈ ഒരു ടേബിൾ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെന്ന നിലയിൽ അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. അവകാശങ്ങൾക്കൊരു എന്താണ് ഡെഫിനിഷനാണ്, മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം അവകാശമല്ല, അത് കേവലം അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായിട്ട് കണക്കാക്കുന്നത്. പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവുമാണെന്നാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം കേട്ടോ. ഇനി അവകാശങ്ങൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങൾ ഇതിനുദാഹരണമാണ്. വിവിധ തരം അവകാശങ്ങളാണ് ഇനി രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ. ഇനി രാഷ്ട്രീയ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഇതൊക്കെ എന്തിൽ വരുന്ന? രാഷ്ട്രീയ അവകാശത്തിൽ പെടുന്ന. ഇനി പൗരാവകാശങ്ങളോ? നിയമത്തിന് മുന്നിൽ തുല്യത, സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതൊക്കെ പൗരാവകാശത്തിൽ പെടുന്നതാണ് കേട്ടോ. ഇനി സാമ്പത്തിക അവകാശങ്ങളാണ്. ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, പിന്നെ അതുപോലെ പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശം. അപ്പൊ ജോലി ചെയ്യാനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശം. ഇനി സാംസ്കാരിക അവകാശങ്ങളോ? ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം, തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. ഇതൊക്കെ സാംസ്കാരിക അവകാശപ്പെടുന്ന. അപ്പൊ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം സാംസ്കാരിക അവകാശമാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത. രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു വിഭാഗത്തിന് പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെന്റിന് അതിന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ. എന്താണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാല്? ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നിയമവാഴ്ച. ഇനി ഇവിടെ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. കുറ്റവാളിക്ക് പോലീസ് തന്നെ നേരിട്ട് ശിക്ഷ കൊടുക്കുന്നതല്ലേ നല്ലത്? പോലീസിന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. കുറ്റകൃത്യം തെളിയിക്കപ്പെടാതെ ഒരാളും കുറ്റവാളിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്. അടുത്തതാണ് ഭരണഘടനാ വ്യവസ്ഥ, കോൺസ്റ്റിറ്റ്യൂഷണലിസം. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടനാനുസൃതമാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. ഓക്കെ, അപ്പൊ എന്താണ്? ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ എന്താണ്? ഭരണഘടന അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങള്, പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണം ഏതാണ്? ഭരണഘടനയാണ്. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൗരരുടെ മൗലികാവകാശങ്ങളിൽ കൈകടത്താൻ ഗവൺമെന്റിന് ചില പരിധികൾ ഉണ്ടായിരിക്കും. അടുത്ത ഹെഡിങ് ആണ് അധികാരം വേർതിരിക്കല്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്.
ഗവൺമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെയാണ് അധികാരങ്ങൾ 3 വിഭാഗങ്ങളായിട്ടാണ് അധികാരം കയ്യേറുന്നത് അല്ലെ? ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. ഇതെല്ലാം തന്നെ എന്താണ്? ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിലാണ് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ എന്താണ്? അത് സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് നയിക്കും. അടുത്തത് തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണം എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നാണ് അർത്ഥം. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവവും കൃത്യമായ ഇടവേളകളിലും ആയിരിക്കണം. ഇതിനായി രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ വോട്ടവകാശം, തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അടുത്തത് മതേതരത്വത്തെ പറ്റിയ സെക്യുലാരിസം. മതേതരത്വം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം പൗരർക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കും. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം 2 രീതിയിൽ പ്രസക്തമാണ്. ഒന്നാമതായി അത് മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായി പരിഗണിക്കുന്നു. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോട് വിവേചനം കാണിക്കില്ല. പിന്നെന്താണ് മറ്റൊന്ന്? അത് പൗരർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തുല്യനീതിയും അവകാശങ്ങളും നൽകുന്നു. അപ്പൊ ഇവിടെ ഒരു കുട്ടി ചോദിക്കുന്നതാണ്, അപ്പോൾ നമുക്ക് പരീക്ഷകൾ ഉള്ളതുപോലെ പാർട്ടികളെ വിലയിരുത്താൻ ജനങ്ങൾ നടത്തുന്ന പരീക്ഷയാണോ തെരഞ്ഞെടുപ്പ്? അടുത്തത് രാഷ്ട്രീയ പാർട്ടികൾ. ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യന്താപേക്ഷിത ഘടകമാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിനും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. ഇനി പ്രതിപക്ഷം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം കേട്ടോ. പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്തുവാനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം. ഇനി ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഭരണത്തിന്റെ തെറ്റായ നയങ്ങൾ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിന് വേണ്ടി പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. അവർ സംഘടിപ്പിക്കുന്ന ജാഥകളും സമ്മേളനങ്ങളും പ്രകടനങ്ങളും എല്ലാം രാഷ്ട്രീയ വ്യവസ്ഥയെ കൂടുതൽ സജീവമാക്കുന്നു. പ്രതിപക്ഷത്തെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ പ്രതിപക്ഷ നേതാക്കളെ തുറങ്കിലെടുക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ജനാധിപത്യത്തിന് ഗുണമല്ല. ഇനി നമ്മൾ ഇതുവരെ ജനാധിപത്യ ഗവൺമെന്റുകളെ കുറിച്ചും അതിന്റെ മൂല്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞില്ലേ. എന്നാൽ ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെന്റുകളും ലോകത്ത് നിലവിലുണ്ട്. അവയിൽ ചിലതാണ് കൊടുത്തിട്ടുള്ളത്, ഇമ്പോർട്ടന്റ് ആണ്. രാജവാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെന്റ് ആണ് രാജവാഴ്ച കേട്ടോ. അധികാരം പാരമ്പര്യമായിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ എന്താണ്? രാജാവിലോ രാജ്ഞിയിലോ നിക്ഷിപ്തമായിരിക്കും. അടുത്തത് സ്വേച്ഛാധിപത്യം. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും കേട്ടോ. സ്വേച്ഛാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവ് മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. ഇനി തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും നിരോധിച്ചിരിക്കും. അടുത്തത് സൈനിക സ്വേച്ഛാധിപത്യം. സൈന്യം നേരിട്ട് ഭരണം നടത്തുന്ന ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന് മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പ്രതിഷേധങ്ങളും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തും.
അടുത്തത് പാർട്ടി സ്വേച്ഛാധിപത്യം. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. അടുത്തത് മതരാഷ്ട്രമാണ്. മത നിയമങ്ങൾ അനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുക ചെയ്യുന്നത്. രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരായിരിക്കണം. അപ്പൊ എന്താണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ കൂടാതെ മറ്റു രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഗവൺമെന്റുകളാണ് കേട്ടത്. രാജവാഴ്ച സ്വേച്ഛാധിപത്യം, സൈനിക സ്വേച്ഛാധിപത്യം, പാർട്ടി സ്വേച്ഛാധിപത്യം, മതരാഷ്ട്രകം. ഇന്ത്യൻ ജനാധിപത്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിരിക്കില്ല. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യ ഘടകമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ആണ് ഇനി പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്? ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രക്ഷോഭങ്ങളെല്ലാം ജനാധിപത്യ രീതിയിൽ അവലംബിച്ചിരുന്നു. ഇതുപോലെ തന്നെ സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇത്രയധികം വൈവിധ്യമുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അന്നത്തെ നേതാക്കൾ മനസ്സിലാക്കിയിരുന്നു. വ്യത്യസ്ത ആശയങ്ങൾ സംവദിക്കുന്നതിനുള്ള വേദി ഒരുക്കുന്നത് വേദിയൊരുക്കുന്നത് ജനാധിപത്യം മാത്രമാണ്. ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റവും അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്നതും ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമാണെന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പാക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇനി ഇന്ത്യയിലെ പാർലമെന്ററി വ്യവസ്ഥയെ പറ്റിയാണ് കേട്ടോ. പാർലമെന്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പാർലമെന്റിന് 2 സഭകളാണുള്ളത്. ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭയും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരുപാട് വട്ടം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യയുടെ പാർലമെന്റിന് 2 സഭകളുണ്ട്. ഉപരിസഭയും അതുപോലെ പറഞ്ഞിട്ടുള്ളത് ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭ. അപ്പൊ ഉപരിസഭയും അധോസഭയാണ് കേട്ടോ. അപ്പൊ ഉപരിസഭ എന്ന് വിളിക്കുന്നത് രാജ്യസഭയാണ്. അതുപോലെ അധോസഭ എന്ന് പറയുന്നത് ലോകസഭയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അധോസഭ ലോകസഭ, ഉപരിസഭ ഏതാണ്? രാജ്യസഭ. ഉപരി വരുമ്പോ രാ വരുന്നില്ലേ, അതുപോലെ രാജ്യസഭ. ഉപരി സഭ, രാജ്യസഭ. ഓക്കെ. അധോസഭ, ലോകസഭ. ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കട്ടോ. അപ്പൊ ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ഒക്കെ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. ഓക്കെ. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്നാണ് കേട്ടോ. ചിലപ്പോ എന്ത് ചെയ്യാം, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ സ്റ്റേറ്റ്മെന്റിൽ തരാം. അപ്പൊ മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. ലോകസഭയില് ഇവിടെ രാജ്യസഭ എന്ന് തരാം കേട്ടോ. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. അവിശ്വാസ പ്രമേയം എന്താന്ന് കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള മന്ത്രിസഭയിൽ ലോകസഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഭൂരിപക്ഷം അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകും. അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ. ഇന്ത്യൻ ഭരണഘടനയെ 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിൽ എല്ലാ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ ഒരു അവകാശം എവിടാ പറയുന്നത്? ഭരണഘടനയുടെ 326 അനുച്ഛേദത്തിലാണ് കേട്ടോ. 3 to 6 കണക്ട് ചെയ്ത് പഠിക്കട്ടെ അനുച്ഛേദങ്ങളൊക്കെ പഠിക്കുമ്പോ. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. അപ്പൊ ഭരണഘടന വന്നപ്പോ പ്രാബല്യത്തിൽ വന്നപ്പോ 21 വയസ്സായിരുന്നു വോട്ട് ചെയ്യാനുള്ള പ്രായം. എന്നാൽ 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സായി കുറച്ചു.
അപ്പോൾ ഭേദഗതി 61 വർഷം എന്നാണ് 1989 തിരഞ്ഞെടുപ്പ് മുതലാണ് ഈ ഒരു പ്രായപരിധി 18 വയസ്സായിട്ട് കുറച്ചത്. നിരക്ഷരത കൂടിയ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കുന്നതിനെ നിരവധി പേർ എതിർത്തിരുന്നു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം വേണമെന്ന നിലപാട് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിന്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല. നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഏതൻസിലാണ് ഈ ഒരു പിന്നെ ഗ്രീസിലെ ഏതൻസിലാണ് നമ്മൾ ഈ ഒരു ജനാധിപത്യം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എന്തായിരുന്നു പിന്നെ പ്രത്യക്ഷ ജനാധിപത്യമാണെന്നും പറഞ്ഞു. പിന്നെ അതുപോലെ എന്തായിരുന്നു പറഞ്ഞത് പ്രത്യേകത, അവിടുത്തെ സ്ത്രീകൾക്കും അടിമകൾക്കും ഒന്നും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇനി എന്താണ്, ബ്രിട്ടനും അമേരിക്കയും പോലുള്ള വികസിത രാജ്യങ്ങൾ പോലും ജനാധിപത്യം നടപ്പിലാക്കി ഏറെ നാളുകൾക്ക് ശേഷമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയെന്ന് അത്ഭുതപ്പെടുത്തുന്നു. അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ആഫ്രോ അമേരിക്കൻ ജനതയ്ക്ക് വോട്ടവകാശം അനുവദിച്ചത് 1960-കളിലാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് നോട്ട് ചെയ്യണം കേട്ടോ. 1960-ലാണ് എന്ത് ആഫ്രോ അമേരിക്കൻ ജനതയ്ക്ക് വോട്ടവകാശം ലഭിച്ചത്. ഓക്കെ, 1960. ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ്, ഇലക്റ്റഡ് ഗവൺമെന്റിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. 5 വർഷമാണ് ഗവൺമെന്റുകളുടെ കാലാവധി. 5 വർഷം കഴിയുമ്പോൾ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ എത്തുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതികൾ രൂപീകരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്, 5 വർഷമാണ് ഗവൺമെന്റുകളുടെ കാലാവധി, നമുക്കറിയാം. എന്നാലും 5 വർഷം കഴിയുമ്പോൾ എന്താണ് പുതിയ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്തുകയും ചെയ്യുന്നത് കേട്ടോ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതികൾ രൂപീകരിക്കുന്നതും തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ജാതി, മത, ലിംഗ, സാമ്പത്തിക ഭേദമന്യേ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുമുള്ള അവകാശം എല്ലാ ഇന്ത്യൻ പൗരർക്കും ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിലുണ്ട്. നമുക്ക് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി കൊടുത്തു നോക്കാം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന. അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പിന്നെ അറിയാത്തവർ നോട്ട് ചെയ്യട്ടോ. എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ് ഉണ്ടാകുക. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു 2 കമ്മീഷണർമാരും ആണ് ഉണ്ടാവുക കേട്ടോ. അടുത്ത ഹെഡിംഗ് ആണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും നീതിന്യായ അവലോകനവും. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ടു താഴെയായി ഹൈക്കോടതിയും അതിനു താഴെയായി കീഴ്ക്കോടതികളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം. നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ന്യായാധിപർക്ക് കൃത്യമായ സേവന കാലാവധിയുണ്ട്. ന്യായാധിപരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഇടപെടുന്നതിന് നിയമനിർമ്മാണ വിഭാഗങ്ങൾക്ക് ഭരണഘടന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ. ഈ അർത്ഥത്തിൽ നീതിന്യായ പുനരവലോകനത്തിലൂടെ എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ചോദ്യമാണ്. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ്. ഈ അർത്ഥത്തിൽ നീതിന്യായ പുനരവലോകനത്തിലൂടെ എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് കേട്ടോ. അടുത്തത് ഇന്ത്യയിലെ പാർട്ടി സമ്പ്രദായമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം നഷ്ടമായി. 1989 തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെന്റ് രൂപീകരിക്കുന്ന മുന്നണി സമ്പ്രദായം നിലവിൽ വന്നു. 1989 മുതലാണ് മുന്നണി സമ്പ്രദായം നിലവിൽ വന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ബഹുസ്വരത. ഓക്കെ,
ഇവിടെ നീതിന്യായ പുനരവലോകനം എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞില്ല കേട്ടോ. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിന്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരം ഉണ്ട് എന്നാണ് കേട്ടോ. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളിലോ ഇനി കാര്യനിർവഹണ വിഭാഗത്തിന്റെ എടുക്കുന്ന നടപടികളിലോ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ കോടതിയുടെ ഈ അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നീതിന്യായ പുനരവലോകനം? അപ്പൊ അടുത്ത് നമുക്ക് ബഹുസ്വരത എന്ന കൺസെപ്റ്റ് നോക്കാം. ബഹുസ്വരത ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായ മതവംശീയ വിഭാഗങ്ങൾക്കും സംസ്കാരിക ധാരകൾക്കും തുല്യ അവകാശങ്ങളും പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നത്. ഈ വ്യത്യസ്തതകളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതിനാണ് നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത്. മതഭാഷ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയും നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതം ഇല്ല. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കുന്ന വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ്. അപ്പൊ 8ാം പട്ടികയിൽ 22 ഭാഷകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5ഉം 6ഉം പട്ടികയിൽ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകളാണ് കേട്ടോ. ഇനി സൈഡിലായിട്ട് ബഹുകക്ഷി സമ്പ്രദായം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത് കേട്ടോ. ഇനി മുന്നണി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഗവൺമെന്റുകളാണ് മുന്നണി ഗവൺമെന്റുകൾ. അപ്പൊ ഇപ്പൊ ഈ ഒരു പ്രാവശ്യം NDA കൊണ്ടുവന്നിട്ട് ഈ ഒരു ഗവൺമെന്റ് മുന്നണി ഗവൺമെന്റ് അല്ലേ. അടുത്തത് ഫെഡറൽ വ്യവസ്ഥ. ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഫെഡറൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് കേട്ടോ. അതായത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അധികാരം വിഭജിച്ചിട്ടുള്ള ഈ ഒരു വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. അടുത്തത് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു പല രാജ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സൈനിക ഭരണത്തിലേക്കോ സ്വച്ഛാധിപത്യത്തിലേക്കോ മാറുകയുണ്ടായി. എന്നാൽ അതിന്റെ എല്ലാവിധ ശക്തി ദൗർബല്യങ്ങളോടും കൂടി ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ടെങ്കിലും ജനാധിപത്യം അതിന്റെ പരിണാമ ദിശയിലാണ്. ഓക്കെ മക്കളെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ കേട്ടോ. കുറച്ചൊരു ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പറയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അതുപോലെ മോക്ക് ടെക്സ്റ്റുകളും അറ്റൻഡ് ചെയ്ത് പോവാ. അതുപോലെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരോട് തന്നെ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.